Dear my students, welcome to English class. Today, the lesson, the scholarship jacket, part 2. Part 2. ഒന്നാം ഭാഗം നമ്മൾ പഠിച്ചു. മാർത്ത എന്ന പെൺകുട്ടി, എ Negro girl, a poor girl belongs to a laborer family. ഒരു കർഷക തൊഴിലാളി കുടുംബത്തിലെ പെൺകുട്ടി. And 8 brothers, or one of the 8 brothers, or one of the 8 children, one of the 8 children of a poor family. അച്ഛനും അമ്മയും അവർക്ക് ഈ കുഞ്ഞിനെ സംരക്ഷിക്കാൻ പ്രാപ്തിയില്ലാത്തത് കൊണ്ട് ആക്ച്വലി ദേ ഹാവ് ഹാൻഡഡ് ഓവർ ഹെർ ടു ദി ഗ്രാൻഡ് പാ, മുത്തശ്ശന് കൈമാറിയിരിക്കുകയാണ്, ടു റേസ് അപ്പ്. ആൻഡ് ഷീ ഈസ് എ സ്ട്രേറ്റ് A+ സ്റ്റുഡൻറ്റ് ഇൻ all the 8 grades. 1ാം ഗ്രേഡ് മുതൽ 8ാം ഗ്രേഡ് വരെ ഈ 8 ക്ലാസ്സുകളിലും അവളായിരുന്നു ക്ലാസ്സിലെ ടോപ്പർ. ആൻഡ് ഷീ ഈസ് ഓഫ് ദ കോൺഫിഡൻസ് ദാറ്റ് ഷീ ക്യാൻ സെക്യൂർ ദി സ്കോളർഷിപ്പ് ജാക്കറ്റ് ഓഫ് ദി വാലറ്ററി ഫംഗ്ഷൻ. ആ വാലറ്ററി ഫംഗ്ഷനിലെ ആ വർഷാവസാനത്തെ യാത്രയപ്പിലെ തീർച്ചയായിട്ടും അഭിമാനാർഹമായ ആ അംഗീകാരം, സ്കോളർഷിപ്പ് ജാക്കറ്റ് മാർത്തയ്ക്ക് ആണ് കിട്ടേണ്ടത്. മാർത്തയ്ക്ക് കിട്ടും. അവൾക്ക് മറ്റ് വഴികളൊന്നുമില്ല. അതായത് സ്പോർട്സിലോ ആർട്സിലോ മറ്റ് അത്തരം പാഠ്യേതര പരിപാടികളിലൊന്നും പങ്കെടുത്ത് സമ്മാനം ആർജിക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ പണമില്ല. അല്ലെങ്കിൽ അവൾ ബ്ലാക്ക് ഗേൾ ആയതുകൊണ്ട് അവൾക്കതിനുള്ള സാഹചര്യമില്ല. സോ ദിസ് വാസ് ഓൺലി സംതിങ് ദാറ്റ് ഷീ ഹാസ് ടു ഗെറ്റ്, ഓൺലി റിക്കഗ്നിഷൻ ദാറ്റ് ഷീ ഹാസ് ടു ഗെറ്റ്. ദിസ് ഈസ് ദ ഓൺലി റിവാർഡ് ദാറ്റ് ഷീ ഹാസ് ടു ഗെറ്റ്. Scholarship jacket of that Texas school is the only recognition. She wanted to get it. നോക്കാം സെക്കൻഡ് പാർട്ട്. ഇൻ മെയ് മാസമായി, ക്ലോസ് ടു ഗ്രാജുവേഷൻ. തെറ്റിദ്ധരിക്കേണ്ട, ഡിഗ്രി ബിരുദമല്ല. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ SSLC പോലുള്ള ആ ഫസ്റ്റ് സ്റ്റെപ്പാണ് 8th ഗ്രാജുവേഷൻ. അത് തീരാനുള്ള സമയമായി. കാരണം നമ്മുടെ മാർത്തയ്ക്ക് 14-15 വയസ്സാണ്. ആസ് യു, നിങ്ങളെപ്പോലെ തന്നെ. സ്പ്രിംഗ് ഫീവർ ഹാഡ് സ്ട്രക്കസ്. നോക്കൂ, സ്കൂൾ പൂട്ടാറായി, വസന്തകാലം വരാറായി. ആ ഒരു ചിന്ത, with a vengeance more than expected, a kind of laziness, a kind of expectation, a kind of thought to escape from the school, from the class, from the academic field. 8 കൊല്ലം തുടർച്ചയായി വരുന്ന ഈ അക്കാഡമിക് ഫീൽഡിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള വ്യഗ്രത പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലായി. അതാണ് വിത്ത് എ വെഞ്ചിയൻസ്. അറിയാത്ത വാക്കാണേ, ശ്രദ്ധിക്കണം, ഫ്രേസാണ്. വിത്ത് എ വെഞ്ചിയൻസ് മീൻസ് മോർ ദാൻ എക്സ്പെക്റ്റഡ്. നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ ഇൻ ക്ലാസ്. ക്ലാസ്സിൽ ഇപ്പോഴും ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഇൻസ്റ്റെഡ്, പകരം, വി സ്റ്റേഡ് ഔട്ട് ഓഫ് ദി വിൻഡോസ്. ഞങ്ങൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കും. ആൻഡ് അറ്റ് ഈച്ച് അതർ, ഞങ്ങൾ പരസ്പരം നോക്കിയിരിക്കും. എന്തുകൊണ്ട്? വൈ ഡു ദേ സിറ്റ് ലുക്കിംഗ് ഔട്ട്? വൈ ഡു ദേ സിറ്റ് സ്റ്റെയറിംഗ് ദംസെൽസ്? ബിക്കോസ് ദി സ്കൂൾ ഈസ് ഗോയിങ് ടു ബി ഡിസ്പേഴ്സ്ഡ്. ദാറ്റ് ഈസ്, academic year is going to be ended and the valedictory function is going to be held. ഇനി പ്രധാനമായിട്ടും ഒരു യാത്രയയപ്പ് സമ്മേളനമാണ്.
wanting to speed up the last few weeks of school. ഇനി ഈ വർഷം അവസാന വർഷം സ്കൂളിലെ കുറച്ച് ആഴ്ചകൾ മാത്രം. I despaired every time to look in the mirror. എനിക്കിപ്പോഴും ആകെ നിരാശയാണ്. സ്കൂൾ വിട്ടു പോകുന്നതിലോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പരാജയപ്പെടുമെന്നോ അല്ലെങ്കിൽ ഈ A+ അല്ലെങ്കിൽ A ഗ്രേഡ് നഷ്ടപ്പെടുമെന്നോ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടില്ല എന്നുള്ള നിരാശയല്ല. Despaired means disappointed. She was disappointed in some other matter. മറ്റെന്തോ കാര്യമാണ്. Yes, watch it. Despaired every time I looked in the mirror. കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് നിരാശയാണ്. എൻ്റെ രൂപം കാണുമ്പോൾ എനിക്ക് നിരാശയാണ്. Martha was despaired. Martha was disappointed when she looked in the mirror. Why? പരീക്ഷയ്ക്ക് ചോദിക്കാം. Why? പെൻസിൽ തിൻ. എൻ്റെ ശരീരം 14 വയസ്സുള്ള 15 വയസ്സുള്ള ഞാനാകുന്ന പെൺകുട്ടിയുടെ ശരീരം പെൻസിൽ തിൻ. 3 വാക്കവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പെൻസിൽ തിൻ, ബീൻ പോൾ, പന്തൽ പയറ് മാതിരി, സ്പ്രിംഗ് ബീൻ, അതായത് ആ ചുരുണ്ട സ്പ്രിങ് പോലുള്ള വള്ളിയിലുണ്ടാകുന്ന നീളൻ പയറ് മാതിരി, അല്ലെങ്കിൽ പെൻസിൽ തിൻ, ഞാൻ പെൻസിൽ പോലെ നേർത്തിട്ടാണ്, പയർപോട് പോലെ നേർത്തിട്ടാണ്. That's why she was disappointed. Then I despaired every time I looked in the mirror. Pencil thin. Thin means you know the word thin. നേർത്തത്, ഓപ്പോസിറ്റ് തിക്ക്. Not a curve anywhere. എൻ്റെ ശരീരത്തിൽ അല്പം പോലും ഒരു മുഴുപ്പില്ല, ഒരു തുടുപ്പില്ല, ഒരു റോബസ്റ്റ് ലുക്കില്ല. 15 വയസ്സുള്ള പെൺകുട്ടിയുടെ ശരീരത്തിൻ്റെ പോഷിപ്പില്ല. That was why she was despaired. അതാണ് അവളുടെ നിരാശയുടെ കാരണം. നോട്ട് എ കേവ്. കേവ് മീൻസ് വളവ്. അതായത് സാധാരണത്തിൽ പെൺകുട്ടികളാകുമ്പോൾ അല്ലെങ്കിൽ ആൺകുട്ടികളാണെങ്കിലും പ്രായപൂർത്തിയാകുമ്പോൾ ശരീരത്തിനുണ്ടാവുന്ന ദാറ്റ് ഫുൾ ബോഡി ഷേപ്പ് അതില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പെൻസിൽ തിന്നാണ്. നോട്ട് എ കേവ് എനിവർ. ഐ വാസ് കോൾഡ് ബീൻ പോൾ. കണ്ട, എന്നെ ബീൻ പോൾ എന്നും സ്പ്രിംഗ് ബീൻ എന്നുമൊക്കെയാണ് അവർ വിളിക്കുന്നത്. പയർ പോടെന്നാണ് അവരെന്നെ വിളിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വളരെ നിരാശ തോന്നി. എൻ്റെ ശരീരം ഇങ്ങനെ അല്പം പോളിച്ചതല്ലല്ലോ, അതായത് ആ റോബസ്റ്റ് ലുക്കുള്ളതല്ലല്ലോ, അതായത് ഫ്ലഷി അല്ലല്ലോ. യെസ്, ഹർ ബോഡി വാസ് നോട്ട് അറ്റ് ഓൾ ഫ്ലഷി. ഫ്ലഷി അല്ല, മാംസളമല്ല. നോട്ട് എ കേവ് എനിവർ. ഐ വാസ് കോൾഡ് ബീൻ പോൾ ആൻഡ് സ്ട്രിംഗ് ബീൻ ആൻഡ് ഐ ന്യൂ ദാറ്റ്സ് വാട്ട് ഐ ലുക്ക്ഡ് ലൈക്ക്. എനിക്കറിയാം ഞാൻ അങ്ങനെയാണെന്ന്. That really wasn't much for a 14-year-old girl. എൻ്റെ ശരീരം 14 വയസ്സുള്ള 15 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകേണ്ട തരത്തിൽ ഫ്ലഷി അല്ല. ഗ്രോണപ്പാണ്. ഹൈറ്റുണ്ട് അവൾക്ക്, ഹൈറ്റുണ്ട്. ബട്ട് ബോഡി ഈസ് നോട്ട് ഫ്ലഷി. ബോഡി ഫ്ലഷി അല്ല. ഒരു 14-year-old ഗേൾ ടു വർക്ക് വിത്ത്, അങ്ങനെയല്ല ഒരു പെൺകുട്ടിയുടെ ശരീരം വേണ്ടതെന്ന് എനിക്കറിയാം. I thought as I absent-mindedly wandered from my history class to the gym. ഈ ചിന്ത ആ പെൺകുട്ടിക്കുണ്ടായത് ചരിത്ര ക്ലാസ്സും കഴിഞ്ഞ് ജിംനേഷ്യത്തിലേക്ക്, സ്പോർട്സ് റൂമിലേക്ക്, അടുത്ത അവർ ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോവുകയാണ്. ഈ ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോകുന്ന ശരീരം ഇങ്ങനെയാണ്. ലുക്കിംഗ് ലൈക്ക് എ പെൻസിൽ, ലുക്കിംഗ് ലൈക്ക് എ ബീൻ പോൾ. ഒരു ബീൻ പോള് മാതിരി, ഒരു പയർ പോട് മാതിരി, ഒരു പെൻസിൽ പോലെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു റീഫില്ലർ പോലെ മെലിഞ്ഞിരിക്കുന്നു. എനിക്ക് എൻ്റെ ശരീരത്തെക്കുറിച്ചോർത്ത് സങ്കടം തോന്നി. അതുകൊണ്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് ദുഃഖം തോന്നാറുണ്ട്. ഇപ്പോൾ ഞാൻ ഇതും ഓർത്തുകൊണ്ട് ആബ്സെൻറ്റ് മൈൻഡായിട്ട് ജിമ്മിലേക്ക്, അതായത് ജിംനാഷ്യത്തിലേക്ക്, സ്പോർട്സ് റൂമിലേക്ക് പോകുകയാണ്. My toothpick legs. Yes. Another hour of sweating. ഇനി 1 മണിക്കൂർ വിയർത്ത് ഒലിച്ച്, വിയർപ്പൊലിപ്പിച്ച്, വിയർത്തുകൊണ്ട് കളിക്കണം. ടീച്ചർ പറഞ്ഞു, സ്പോർട്സിൻ്റെ കളിക്കാൻ പോകാം, പക്ഷേ സ്പോർട്സ് ടീമിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളൂ, പണമില്ല. ഇനി 1 hour സ്വെറ്റിംഗ് ആണ്. ഈ ബാസ്കറ്റ് ബോൾ നല്ല ഉയരമുള്ള കുട്ടിയാണ്, തടിയില്ല എന്നുള്ളൂ, തിന്മാണ്, തിക്ക് അല്ല എന്നുള്ളൂ.
ബോൺ ലൈക്കാണ്, എല്ല് പോലാണ്, ഫ്ലഷി അല്ല എന്നുള്ളേ. നോക്കൂ, ഇനി 1 മണിക്കൂർ വിയർത്ത് കളിക്കണം ബാസ്കറ്റ്ബോൾ. ആൻഡ് ഡിസ്പ്ലേയിങ് മൈ ടൂത്ത് പിക്ക് ലെഗ്സ്. ഡിസ്പ്ലേ, പ്രകടിപ്പിക്കുക. ഡിസ്പ്ലേ, DISPLAY. ഡിസ്പ്ലേ മീൻസ് എക്സിബിറ്റ്, EXHIBIT. എന്താണ് കാണിക്കേണ്ടത്? എൻ്റെ ടൂത്ത് പിക്ക്, പല്ലുകുത്തി. ടൂത്ത് പിക്ക് മീൻസ് പല്ലുകുത്തി. അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഹോട്ടലിൽ നിന്നും തരുന്ന പല്ലിനിടയിൽ ഭക്ഷണ സാധനങ്ങൾ പറ്റിപ്പോയാൽ, കുടുങ്ങിപ്പോയാൽ പുറത്തെടുക്കാനുള്ള ടൂത്ത് പിക്ക്. എൻ്റെ കാലം അങ്ങനെയാണ്. മൈ legs are like that. That means shameful to show in front of others. ആ മുതിർന്ന പെൺകുട്ടിക്ക് തൻ്റെ കോല് പോലുള്ള, പല്ലുകുത്തി പോലുള്ള കാല് മറ്റുള്ളവരെ മുന്നിൽ കാണിച്ചുകൊണ്ട്, അതായത് ഷോർട്ട്സ് ഇട്ടിട്ടാണ് ബാസ്കറ്റ്ബോൾ കളിക്കേണ്ടത്. എല്ലാവരും കാല് കാണും. അതുകൊണ്ട് ഈ കാലുകൾ ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരെ മുന്നിൽ പ്രകടിപ്പിക്കുക, പ്രദർശിപ്പിക്കുക, ഡിസ്പ്ലേ ചെയ്യുക? സോ അനദർ അവർ ഓഫ് സ്വെറ്റിംഗ് ഇൻ ബാസ്കറ്റ്ബോൾ ആൻഡ് ഡിസ്പ്ലേയിങ് മൈ ടൂത്ത് പിക്ക് ലെഗ്സ്. ഇനി 1 മണിക്കൂർ ഈ ബാസ്കറ്റ്ബോൾ കളിക്കാനുള്ളതാണ്. എൻ്റെ ടൂത്ത് പിക്ക് പോലുള്ള ലെഗ്സ് മറ്റുള്ളവരെ മുന്നിൽ ഡിസ്പ്ലേ ചെയ്യാനാണ് ഞാൻ പോകുന്നത്. പറ്റില്ല, എനിക്ക് വയ്യ. ഇതാണ് ആ കുട്ടി പറയുന്നത്. ദാറ്റ് വാസ് കമ്മിങ് അപ്പ്. ഇതാണ് ഇനി വരാനുള്ളത്. ദെൻ ഐ റിമെമ്പേർഡ് മൈ PE. അപ്പോഴാണ് ഞാൻ എൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറെ കുറിച്ച് ഓർത്തത്. ആ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഷോർട്സിനെ കുറിച്ച് ഓർത്തത്. PE shorts, physical education shorts. That is the uniform or the jersey and the trousers that is to be worn at the time of playing. കളിക്കേണ്ട സമയത്ത് സ്പോർട്സ് അവർ ധരിക്കേണ്ട PE ഷോർട്സ് ഞാൻ എൻ്റെ മുറിയിൽ വെച്ചിരിക്കുകയാണ്. ദാറ്റ് വാസ് സ്റ്റിൽ ഇൻ എ ബാഗ് അണ്ടർ മൈ ഡെസ്ക്. ഇപ്പോൾ ഡെസ്കിന് അടിയിൽ ഒരു ബാഗിൽ വെച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഇൻ മൈ ക്ലാസ് റൂം വേർ ഐ വുഡ് ഫോർഗോട്ടൻ ദം. അതെൻ്റെ മുറിയിൽ വെച്ച് മറന്നുപോയി. അത് ധരിക്കാനേ അത് ഇപ്പോഴും സ്പോർട്സിന് പോകുന്നത്. ഐ ഹാഡ് ടു വാക്ക് ഓൾ ദ വേ ബാക്ക്. ഇനി ആ സമയം അത്രയും ഞാൻ തിരിച്ച് നടക്കണം. ആൻഡ് ഗെറ്റ് ദം, അത് പോയിട്ട് എടുക്കണം. കോച്ച് തോംസൺ സർ, അവർ വാസ് എ റിയൽ ബെയർ. അവരൊരു കരടിയെപ്പോലെയാണ്. ഇഫ് സമ്മൺ വാസ് ഇൻ ദി ഡ്രസ്ഡ് ഫോം PE. ആരെങ്കിലും PE ക്ലാസ്സിൽ വരുമ്പോൾ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ്സിൽ വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ സമയത്ത് ആ അവറിൽ വരുമ്പോൾ, ടു പ്ലേ, കളിക്കാൻ വരുമ്പോൾ, ദേ ഹാവ് ടു വെയർ, അത് ധരിച്ചു വരണം. ഷി ഹാഡ് സെഡ് ഐ വാസ് എ ഗുഡ് ഫോർവേഡ് ആൻഡ് ഈവൻ ട്രൈഡ് ടു ടോക്ക് ഗ്രാൻഡ്മാ. എൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ല കളിക്കാരിയാണെന്ന്, എന്നെ ബാസ്കറ്റ്ബോൾ ടീമിൽ ചേർക്കണമെന്ന് എൻ്റെ ടീച്ചർ എന്നോട് പറഞ്ഞിരുന്നു. ബട്ട് ലെറ്റിംഗ് മീ ജോയിൻ ദ ടീം വൺസ്. ഒരിക്കൽ അമ്മമ്മയോട്, ഗ്രാൻഡ്മയോട്, ഒരിക്കൽ ഗ്രാൻഡ്മയോട്, മുത്തശ്ശിയോട് എൻ്റെ ടീച്ചർ പറഞ്ഞിരുന്നു അവളെ സ്പോർട്സിന് ചേർക്കണമെന്ന്. ഓഫ് കോഴ്സ് ഗ്രാൻഡ് മാ സെഡ് നോ. തീർച്ചയായിട്ടും മുത്തശ്ശിക്ക് നോ എന്ന് പറയാനേ കഴിഞ്ഞുള്ളൂ. വൈ? ബിക്കോസ് if Martha has to play in the basketball team, there should be a registration fee കൊടുക്കണം. There should be jersey fee, ജേഴ്സിയുടെ ഫീ കൊടുക്കണം. ഷൂസ് ആൻഡ് സോക്സ് ആൻഡ് അഡീഷണൽ ന്യൂട്രീഷൻ ഫുഡ്, ഇതിനൊക്കെ പണം കൊടുക്കണം. നോ, മാർത്താസ് ഫാമിലി കാണ്ട് ബെയർ ഇറ്റ്. മാർത്തയുടെ കുടുംബത്തിനത് താങ്ങാൻ പറ്റില്ല. ഈവൻ ദോ ഷി വാസ് എ ഗുഡ് പ്ലെയർ, ഈവൻ ദോ ഷീ ഹാഡ് എൻ അത്ലറ്റിക് ബോഡി, നല്ല കഴിവുള്ള, പ്രാപ്തിയുള്ള, ഫ്ലെക്സിബിളായ അത്ലറ്റിക് ബോഡി ഉണ്ടായിരുന്നിട്ടും, നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നിട്ടും, ഷീ കുഡിൻറ്റ് പ്ലേ ഇൻ ദ ബാസ്കറ്റ്ബോൾ ടീം. അവർക്ക് ബാസ്കറ്റ്ബോൾ ടീമിൽ കളിക്കാൻ കഴിഞ്ഞില്ല. നെക്സ്റ്റ് പേര് 5th. ഐ വാസ് ഓൾമോസ്റ്റ് ബാക്ക് ഇൻ മൈ ക്ലാസ് റൂം. ഞാൻ എൻ്റെ ക്ലാസ് റൂമിൽ ഇതാ തിരിച്ചെത്തി. വൈ എന്തിനാണ് അവൾ തിരിച്ച് ക്ലാസ് റൂമിൽ വന്നത്? ടു ടേക്ക് ദറ്റ് PE ഷോർട്സ്. ക്ലാസ് റൂം ഡോർ വെൻ, അപ്പോഴാണ് ഐ ഹേർഡ് വോയിസസ് റേസ്ഡ് ഇൻ ആങ്കർ. കോപത്തിൽ കുതിർന്ന വാക്കുകൾ കേൾക്കുന്നത്, ശബ്ദം കേൾക്കുന്നത്. ആസ് ഇഫ് ഇൻ സം സോർട്ട് ഓഫ് ആർഗ്യുമെൻ്റ്, ഏതോ തരത്തിലുള്ള ഒരു ആർഗ്യുമെൻ്റ് നടക്കുന്നു. ആർഗ്യുമെൻ്റ്, ARGUMENT, കാർലിംഗ് വിത്ത് വേർഡ്സ്, വാക്തർക്കം നടക്കുന്നു. എൻ്റെ ക്ലാസ് മുറിയിൽ വാക്തർക്കം. സ്റ്റുഡൻസ് നോട്ട് അറ്റ് ഓൾ, അല്ല, കുട്ടികളല്ല.
ദാറ്റ് ഈസ് ബൈ ടീച്ചേഴ്സ്, ബിറ്റ്വീൻ ടു ടീച്ചേഴ്സ്. രണ്ട് ടീച്ചർമാരാണ്, രണ്ട് അധ്യാപകരാണ് അവിടെ ആർഗ്യുമെൻ്റ് നടത്തുന്നു. എൻ്റെ മുറിയിൽ, എൻ്റെ ക്ലാസ് മുറിയിലിരുന്നിട്ട് ഐ സ്റ്റോപ്പ്ഡ്. ഹൗ ഐ ക്യാൻ എൻ്റർ? ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് കടക്കുക? ഞാൻ വാതിലിനരികിൽ നിന്നു. ഐ ഡിഡൻറ്റ് മീൻ ടു ഈവ്സ്ഡ്രോപ്പ്. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്, കേൾക്കണം. ഈവ്സ്ഡ്രോപ്പ്, ഹിയർ ഹൈഡിങ്, ഒളിഞ്ഞു കേൾക്കുക. എനിക്ക് ആ തർക്കം കേൾക്കണമെന്നില്ല, ഇവിടെ ഒളിച്ചു നിന്ന് അതെനിക്ക് കേൾക്കണമെന്നില്ല. ബട്ട് ഐ വോണ്ട് ടു ടേക്ക് ദറ്റ് PE ഷോർട്സ്. എനിക്ക് PE ഷോർട്സ് എടുക്കണം, എൻ്റെ സ്പോർട്സ് ഡ്രസ്സ് എടുക്കണം. ബട്ട് ഹൗ? പക്ഷെ എങ്ങനെ? The sound of two teachers, the voice of two teachers, arguing sound, raised voice, തർക്കം, ഒച്ചത്തിലുള്ള ആംഗ്രി വോയിസ്, ദേഷ്യത്തിലുള്ള ശബ്ദം കേൾക്കുന്നു. അവിടെ ഞാൻ നിന്നുപോയി. എന്തുകൊണ്ട്? they were talking about Martha. അവർ തർക്കിക്കുന്നത് മാർത്തയെക്കുറിച്ചാണ്. ഷി കുഡ് ഹിയർ ഹർ നെയിം. അവരുടെ തർക്കത്തിനിടയിൽ അവളുടെ പേര് കേട്ടു. അതുകൊണ്ടാണ് പറഞ്ഞത് ഈവ്സ്ഡ്രോപ്പ്, ഒളിച്ചു കേൾക്കണമെന്ന് എനിക്കില്ലായിരുന്നു, എന്നിട്ടും എന്നോട് അവിടെ നിന്നുപോയി. ഐ ജസ്റ്റ് ഹെസിറ്റേറ്റ്. മടിച്ചാണെങ്കിലും ഞാനവിടെ മടിക്കുക. കാരണം അവർ എന്നെക്കുറിച്ചാണ് പറയുന്നത്. നോട്ട് നോയിങ് വാട്ട് ടു ഡു. ഇനി ഞാൻ എന്താണ് ചെയ്യുക? ഐ കാണ്ട് എൻ്റർ ദ റൂം, ഐ കാണ്ട് ഗോ ബാക്ക്. എനിക്ക് മുറിയിൽ കിടക്കാനും പറ്റില്ല, എന്നെപ്പറ്റി അവരെന്തോ പറയുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകാനും പറ്റില്ല. സോ ഐ സ്റ്റുഡ് ദർ. ഞാനിവിടെ നിന്നു, വിത്തൗട്ട് ദ ഇൻറ്റൻഷൻ ടു ഈവ്സ്ഡ്രോപ്പ് ഇറ്റ്. ഒളിച്ച് കേൾക്കണമെന്ന് താല്പര്യമില്ലെങ്കിൽ പോലും എന്നോട് അവിടെ നിന്നുപോയി. എന്നെപ്പറ്റിയാണ് അവർ പറയുന്നത്. നോക്കൂ, ബട്ട് ഐ ഡിഡൻറ്റ് വാണ്ട് ടു ഇൻറപ്റ്റ് ആൻ ആർഗ്യുമെൻറ്റ്. എന്നാൽ അവരുടെ തർക്കത്തിൽ ഇടപെടാനോ, ഇടപെടുക, തടസ്സപ്പെടുത്തുക, ആർഗ്യുമെൻ്റ് നിർത്തിക്കാനോ ഞാൻ തയ്യാറല്ല. ബിറ്റ്വീൻ മൈ ടീച്ചേഴ്സ്. കാരണം അത് എൻ്റെ ടീച്ചറാണ്. ഇവളാണെങ്കിൽ ഒരു പാവം നീഗ്രോ കുട്ടിയാണ്, കറുത്ത കുട്ടിയാണ്. അങ്ങനെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും പറ്റില്ല. ഐ റെക്കഗ്നൈസ് ദ വോയിസസ്. ഇപ്പോൾ ഞാൻ ശരിക്കും തിരിച്ചറിയുന്നു ആ ശബ്ദങ്ങൾ. മിസ്റ്റർ സ്മിത്ത് സാറാണ് മൈ ഹിസ്റ്ററി ടീച്ചർ. കാരണം ഓർക്കണം, അവളെ ഫേവർ ചെയ്യുന്ന, അവളെ ഇഷ്ടമുള്ള ടീച്ചറാണ് മിസ്റ്റർ സ്മിത്ത്. മാർത്തയ്ക്ക് ഇഷ്ടമുള്ള, മാർത്തയെ ഇഷ്ടമുള്ള, മാർത്തയുടെ ഇൻ്റലിജക്ച്വൽ പവറിനെ, ദിഷണാശക്തിയെ അങ്ങേയറ്റം പുകഴ്ത്തുന്ന, ഇഷ്ടപ്പെടുന്ന അധ്യാപകനാണ് മിസ്റ്റർ സ്മിത്ത്. ഒന്നെൻ്റെ ഹിസ്റ്ററി സാറാണ്. ആൻഡ് മിസ്റ്റർ ബൂൺ ഒരാൾ മൈ മാത്സ് ടീച്ചറാണ്. അവളെ ഒട്ടും ഇഷ്ടമില്ലാത്ത, അവൾ വെള്ളക്കാരി അല്ലാത്തത് കൊണ്ട്, അവൾ പണക്കാരി അല്ലാത്തത് കൊണ്ട്, അവൾ കറുത്ത വർഗ്ഗക്കാരി ആയതുകൊണ്ട് മാത്രം അവളെ ഇഷ്ടമില്ലാത്ത ബൂൺ സാർ. യെസ്, സ്മിത്ത് സാർ favors her. Boone sir doesn't favor her. അവൾക്ക് ഈ നല്ല വിദ്യാർത്ഥി, ഏതാണ് നല്ല വിദ്യാർത്ഥി, അല്ലെങ്കിൽ ഏത് വിദ്യാർത്ഥിയാണ് അധ്യാപകൻ ഏറെ ഇഷ്ടപ്പെടുക? ഇൻ്റലക്ച്വലി നമ്പർ 1. അവരെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ബുദ്ധിശക്തി കൊണ്ടുള്ള കുട്ടികളെ, അതായത് ഏത് കുടുംബത്തിൽ ജനിക്കട്ടെ, ഏത് കുലത്തിൽ ജനിക്കട്ടെ, ഏത് ജാതിയിൽ ജനിക്കട്ടെ, ഏത് മതത്തിൽ ജനിക്കട്ടെ, ദിഷണാശക്തിയുള്ള കുട്ടികളെ ഏത് അധ്യാപകനാണ്, ഏത് അധ്യാപകയാണ് ഇഷ്ടപ്പെടാതിരിക്കുക? ഇവിടെ സ്മിത്ത് സാർക്ക് അവിടെ വളരെ ഇഷ്ടമാണ്. പക്ഷേ വർണ്ണ വിവേചനം, കളർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് മണി ഡിസ്ക്രിമിനേഷൻ, പണത്തിൻ്റെ വകതിരിവ്, സമ്പത്തിൻ്റെ വകതിരിവ്, അവസ്ഥയുടെ ഉടമയുടെ വകതിരിവ്, അടിമയുടെ വകതിരിവ്, മുതലാളിത്തത്തിൻ്റെ വകതിരിവ്, തൊഴിലാളിത്തത്തിൻ്റെ വകതിരിവ്, ഈ വകതിരിവ് ഇവിടെ ഉണ്ട്. അതിൻ്റെ ഫലമാണ് ബൂൺ അവളെ അകറ്റി നിർത്തുകയാണ് എന്തോ ഒരു കാര്യത്തിൽ നിന്ന്. സ്മിത്ത് സാർ വിട്ടുകൊടുക്കുന്നില്ല. മിസ്റ്റർ സ്മിത്ത് മൈ ഹിസ്റ്ററി ടീച്ചർ ആൻഡ് മിസ്റ്റർ ബൂൺ മൈ മാത്സ് ടീച്ചർ, ദേ സീംഡ് ടു ബി ആർഗ്യൂയിങ്. അവരാണ് ഇപ്പോഴും തർക്കിക്കുന്നത്. എബൌട്ട് മീ. കണ്ടോ, എബൌട്ട് മീ, എന്നെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോഴും വ്യക്തമായി കേൾക്കാം, എന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ദേ ആർ ടോക്കിംഗ് അബൌട്ട് മീ. നോ, ദേ ആർ ക്വാറലിംഗ് അബൌട്ട് മീ. ദേ ആർ ആർഗ്യൂയിങ് അബൌട്ട് മീ. അവരെന്നെക്കുറിച്ച് തർക്കിക്കുകയാണ്, ശണ്ട കൂടാണ്. ഒരാൾ അനുകൂലമായിട്ട്, ഒരാൾ പ്രതികൂലമായിട്ട്. ഹൂ ഈസ് സപ്പോർട്ടിങ്? മിസ്റ്റർ സ്മിത്ത് സാർ ഈസ് സപ്പോർട്ടിങ്. ഹൂ ഈസ് നെഗേറ്റിംഗ്? മിസ്റ്റർ ബൂൺ ഈസ് നെഗേറ്റിംഗ്. ഇപ്പോഴെനിക്ക് കേൾക്കാം എന്നെപ്പറ്റി പറയുന്ന കാര്യം. മൈ മാത്ത് ടീച്ചർ, ദേ സീംഡ് ടു ബി ആർഗ്യൂയിങ് അബൌട്ട് മീ. ഐ കുഡിൻറ്റ് ബിലീവ് ഇറ്റ്. എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല.
I still remember the feeling of shock that rooted me flat against the wall. അത് കേട്ട് ഞാൻ ആ ചുവരിനോട് പറ്റിപ്പോയി, നിന്നുപോയി. God, they are talking about me. They are arguing on behalf of me. They are quarreling angrily about me. എന്നെക്കുറിച്ചാണ്, എൻ്റെ പേരിലാണ് ഈ അധ്യാപകരിങ്ങനെ ശബ്ദമുയർത്തി തർക്കിക്കുന്നത്, വാദിക്കുന്നത്, ശണ്ട കൂടുന്നത്. എന്തായിരിക്കാം? അതുകൊണ്ട് അവൾ ചുമരോട് പറ്റി നിന്നുപോയി. ഫ്ലാറ്റ് അഗെയിൻസ്റ്റ് ദ വാൾ ആസ് ഇഫ് ഐ വർ ട്രൈയിങ് ടു ബ്ലെൻഡ് ഇൻ വിത്ത് ദ ഗ്രാഫിറ്റി റിട്ടൺ ദർ. അവിടെ എഴുതിയ സൂക്തങ്ങൾ പോലെ യേശുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ശാസ്ത്രത്തെക്കുറിച്ചോ സാഹിത്യത്തെക്കുറിച്ചോ എഴുതി വച്ചിരിക്കുന്ന ആ വാചകങ്ങൾക്കൊപ്പം, ആ വാക്യങ്ങൾക്കൊപ്പം അവൾ വരയ്ക്കപ്പെട്ടൊരു ചിത്രം പോലെ അവിടെ ചുവരിനോട് ചേർന്ന് നിന്നുപോയി. ബിക്കോസ് ദേ വർ ടോക്കിംഗ് അബൌട്ട് ഹർ. Yes, it is the end of the second part. Thank you.